ടീച്ച അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. സത്യത്തിൽ ഞാൻ ബ്രഷിംഗ് ഒക്കെ കഴിഞ്ഞു. ബ്രഷ് ചെയ്യാൻ കയറിയ സമയത്ത് ഞാൻ ഇങ്ങനെ തേച്ചോണ്ടിരിക്കുമ്പോൾ ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു, ഇന്ന് എന്ത് വീഡിയോ ഇടും, എന്തെങ്കിലും ഒരു വീഡിയോ ഒന്ന് ഇടണം എന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ എന്ത് ഇടും എന്നുള്ളത് നമുക്കൊരു പിടിയില്ല. അപ്പം എന്തായാലും പുറത്തേക്ക് പോകുന്ന വ്ളോഗൊന്നും എടുക്കാൻ പറ്റത്തില്ല. ആളില്ലാണ്ട് ഞാൻ തന്നെ എവിടെ പോവാനാ. ആള് രാവിലെ തന്നെ ഓഫീസിൽ പോയിട്ടാ. അപ്പൊ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാന്ന് വിചാരിച്ചു. ഈ യുദ്ധം നടന്നേ പിന്നെ ഉണ്ടല്ലോ, എന്തേലും ഒരു സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ ഒരു ഞെട്ടലുണ്ട്. അത് പതിവപ്പം. അപ്പം നമ്മുടെ ഡേ ഇൻ മൈ ലൈഫാണ് ഇന്നത്തെ വീഡിയോ. കുഞ്ഞ് കിടന്ന് ഉറങ്ങാണ്. അവൻ രാത്രി നമ്മളെ ഉറങ്ങാൻ സമ്മതിക്കാണ്ട് അവൻ രാവിലെ എണീറ്റ് നല്ല അന്തസ്സായിട്ട് അങ്ങ് കിടന്നുറങ്ങും. അപ്പം ഞാൻ എണീറ്റത് വലിയ നേരത്തെ ഒന്നല്ല, 10-10:30 ആവാറായിട്ടുണ്ടായിരുന്നു ഞാൻ എണീറ്റപ്പം. എണീറ്റ് പല്ലൊക്കെ തേച്ചു. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് നേരെ വന്നിരിക്കുന്ന ഇരിപ്പാണ് ഇത്. ഇനി എൻ്റെ അടുത്ത പരിപാടി, എനിക്കൊരു ടാബ്ലറ്റ് ഉണ്ട്, അത് പോയിട്ട് കഴിക്കണം. മെൻ്റലിൻ്റെ ഒന്നല്ല കേട്ടോ, തൈറോയിഡിൻ്റെ ടാബ്ലറ്റാ. അത് പോയി കഴിക്കണം. അത് കഴിഞ്ഞ് 10 മിനിറ്റ് ഞാൻ കറങ്ങി തിരിഞ്ഞൊക്കെ നടക്കും. ഈ മരുന്ന് കഴിച്ചപ്പോൾ തന്നെ ചായ കുടിക്കരുതെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പിന്നെ അത് കേൾക്കണമല്ലോ. 1 മണിക്കൂർ കഴിയുമെന്നാണ് പറഞ്ഞത്. പക്ഷെ 1 മണിക്കൂറൊന്നും കഴിയാൻ പറ്റുമെന്നില്ല. ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യും. എന്നിട്ട് പിന്നെ ഞാൻ പോയി ചായ വെക്കും. അപ്പം നമുക്ക് നമ്മുടെ പരിപാടികൾ തുടങ്ങാം. എൻ്റെ ഡേ ഇൻ മൈ ലൈഫിൽ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നോ? പറഞ്ഞില്ല. എൻ്റെ ഡേ ഇൻ മൈ ലൈഫിൽ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരു പ്രവാസി ഭാര്യ, ജോലിക്കും കൂലിക്കൊന്നും പോകാണ്ട് വെറുതെ ഇരിക്കുന്ന ഒരു ഭാര്യ, കൊച്ചിനെ നോക്കിയിട്ട്. അങ്ങനെയാണ് ഞാനിപ്പോൾ എന്നെ തന്നെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന വൈഫ് ആയിട്ടുള്ള ഒരു ആൾ വീട്ടിൽ എന്തൊക്കെ ചെയ്യും, അതാണ് നമ്മുടെ ഈ വീഡിയോയിൽ ഉണ്ടാവുക. അല്ലാണ്ട് വലിയ വലിയ കാര്യങ്ങളൊന്നും എൻ്റെ വീഡിയോയിൽ ഉണ്ടാവില്ല കേട്ടോ. വളരെ സിമ്പിളായിരിക്കും. ഞാൻ എന്ത് വെക്കുന്നു, എന്തൊക്കെ ചെയ്യുന്നു, അതൊക്കെ ആയിരിക്കും വീഡിയോയിൽ ഉണ്ടാവുക. വലിയ പ്രതീക്ഷകളൊന്നും എൻ്റെ ഈ വീഡിയോയിൽ ഉണ്ടാവില്ല. അല്ല, നിങ്ങൾക്ക് ഉണ്ടാവരുത്. കാരണം നമ്മൾ വളരെ സിമ്പിളായിട്ട് ഒരു പണിയില്ലാണ്ട് ഫുഡ് കഴിക്കുന്നു, കഴിക്കുന്നു, ടി വി കാണുന്നു, കളിക്കുന്നു, അങ്ങനെ ഒരു സെറ്റപ്പിലാണ് നമ്മുടെ പോക്ക്. അപ്പം അങ്ങനെ ഒരു വീഡിയോ ആയിരിക്കും ഇത്. അപ്പം നമുക്ക് പരിപാടി തുടങ്ങാം അല്ലേ? കം ഓൺ ഗൈസ്. അതിന് മുന്നേ ഒരു കാര്യം കൂടി പറയട്ടെ. എൻ്റെ അക്കൗണ്ട് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഫോളോ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. 1 വർഷം ആവാറാവുന്നു ഞാൻ ചാനൽ തുടങ്ങിയിട്ട്. അപ്പം ഇതിൻ്റെ അപേക്ഷയാണെന്ന് നിങ്ങൾ, ഈച്ച ശല്യമായല്ലോ, അപേക്ഷയാണെന്ന് നിങ്ങൾ ചിന്തിച്ചോ വേണമെങ്കിൽ, കുഴപ്പമില്ല. ഒന്ന് മെച്ചപ്പെടുത്തി കൊണ്ടുവരാൻ നിങ്ങളെന്നെ മനസ്സിലാക്കണം. എൻ്റെ അപേക്ഷയാണ്. അപ്പം എൻ്റെ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്നെ ഒന്ന് വളർത്തിക്കൊണ്ട് വരൂ. എൻ്റെ ഒരു വലിയ രോധനാണിത്. അപ്പം തന്നെ ഞാൻ സംസാരിച്ചിട്ട് നിങ്ങളെ കുറേ വെറുപ്പിച്ചു എന്ന് തോന്നുന്നുണ്ടല്ലേ? അപ്പം നമുക്കിനി അധികം ഇരുന്ന് വെറുപ്പിക്കണ്ട. മരുന്ന് കഴിക്കട്ടെ കേട്ടോ. അല്ല, നിങ്ങളും ഒരേ കമ്മണി പരിപാടി. അപ്പം നമുക്ക് ഫോൺ സ്റ്റാൻഡുമായിട്ട് റൂമിലേക്ക് പോവാം. എൻ്റെ മുഖം കണ്ട് പേടിക്കുന്നുണ്ടാവോ? പേടിക്കണ്ട, ഇങ്ങനെയൊക്കെയാ. ഇവിടെ കയറുമ്പോൾ നമ്മൾ ഇച്ചിരി സൈലൻ്റ് ആയിരിക്കണം. കാരണം ഒരാൾ കിടന്നുറങ്ങുന്നുണ്ട്. അപ്പം നമുക്ക് നൈസായിട്ട് ടാബ്ലറ്റ് ഞാൻ ഇതിൻ്റെ മേളിലാണ് വെച്ചേക്കുന്നത്. കാരണം അറിയാതിരിക്കുമല്ലോ. കാരണം നമ്മുടെ കുഞ്ഞുകുരുപ്പ് എൻ്റെ ടാബ്ലറ്റ് എടുക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. അവൻ ഇങ്ങനെ വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ടാബ്ലറ്റ് എടുക്കുന്നതുകൊണ്ട്, ഈ ഇവിടുന്ന് എടുക്കത്തില്ല, താഴെ വെച്ചിരുന്ന സമയത്ത് എടുക്കുന്നതുകൊണ്ട് ഞാനിങ്ങനെ വന്നിട്ട് ഒക്കത്ത് കയറ്റി വെച്ചിരിക്കുകയായിരുന്നു. അപ്പം എൻ്റെ ടാബ്ലറ്റ് ഒന്ന് കഴിക്കട്ടെ കേട്ടോ. ഇവനാണ് അവൻ. ഡെയിലി രാവിലെ കഴിക്കണം. എന്തൊരു കളറാന്ന് നോക്കിയൊക്കെ. ഒരു പാക്ക് ഇന്നലെ ഉണ്ടാക്കിയിട്ടായിരുന്നു, അതിൻ്റെ എഫക്റ്റാ. കൊള്ളാം. ആ പാക്ക് ഞാൻ വേണമെങ്കിൽ ഇന്ന് കാണിച്ചു തരാം. നമ്മുടെ വീഡിയോയിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാണിക്കണ്ടേ? അപ്പോൾ നമുക്ക് ആ പാക്ക് ഉണ്ടാക്കുന്നതും കൂടി ഒന്ന് കാണിച്ചു തരാം. നല്ല പാക്കാ, അടിപൊളിയാണ്. എങ്ങനെയുണ്ട്? നല്ല രസമല്ലേ? സൂപ്പറാ. അത് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇത് ഒന്ന് കഴിക്കട്ടെ. നമ്മുടെ ആള് നൈസായിട്ട് എണീറ്റിരിപ്പുണ്ട്. ചെറിയ അനക്കം കാട്ടാൻ മതി, എണീക്കും. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഉറക്കം കഴിഞ്ഞോ? ഉറങ്ങിയോ? ഉറക്കം മാറിയോ? ക്ഷീണം മാറിയോ? നമുക്ക് ബ്രഷ് ചെയ്യാൻ പോയാലോ?
ഉം. അതാ എണീറ്റ് വരുന്നു, ദാ വീഴാൻ പോകുന്നു. പിടിക്കട്ടെ പിടിക്കട്ടെ. നമ്മുടെ ആള് എണീറ്റിട്ടുണ്ട്. മമ്മിയുടെ ഷർട്ട് മണിയേ. അവള് രാവിലെ എണീറ്റ് സാധാരണ ഞാൻ ഇവനെ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവനെ കൊണ്ട് കുറച്ചേരം ഇങ്ങനെ ഇരിക്കും. അവന്റെ ആ ഒരു ഉറക്കം മൂടങ്ങ് മാറാൻ വേണ്ടിയിട്ട് ഒരു 5-10 മിനിറ്റ് ഇങ്ങനെ ഇരിക്കും കേട്ടോ. എന്നിട്ട് വേണം ഇവനെ കൊണ്ട് പോയി കുരിശൊക്കെ വരച്ച് ബ്രഷൊക്കെ ചെയ്യാൻ. അല്ലടാ ഇല്ലേടാ? അമ്മയുടെ ഷുട്ടുമണി ആരാ? അമ്മയുടെ ഷുട്ടുമണി ആരാടാ? എടാ ഉറക്കം പോയിട്ടില്ലാത്തതിന്റെ കേട്ടോ. അപ്പൊ നമുക്ക് ഇവനെ ഇനി ഒന്ന് കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാക്കി എണീപ്പിച്ച് ഹോളി കൊണ്ടേ കുരിശ് വരപ്പിച്ച് ബ്രഷ് ചെയ്യിപ്പിക്കണം. അങ്ങനെ നമ്മുടെ ആള് കുറച്ചു നേരം തോളത്തിരുന്ന് അങ്ങ് ഉറങ്ങി. എന്നിട്ട് ഞാൻ പിന്നെ വിചാരിച്ചു ഇവിടെ കൊണ്ടുവന്ന് കിടത്തിയേക്കാൻ നടത്തിട്ട് ഇവിടെ സെറ്റിയിൽ വന്ന് ചുരുണ്ടുകൂടി കിടപ്പുണ്ട്. ഉറക്കം പോയിട്ടില്ല എന്നാണ് പറയണത്. അപ്പം ഞാൻ പോയിട്ട് ചായ വെക്കട്ടെ. ഇപ്പൊ സമയം എന്തായെന്ന് അറിയാം? ഇപ്പൊ സമയം 12 മണിയോ 11 എന്തോ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നേരെ കിച്ചണിലേക്ക് കയറാവേ. അപ്പൊ നമുക്ക് നമ്മുടെ കിച്ചണിലേക്ക് കയറാം. കിച്ചൺ ഞാൻ ഇന്നലെ രാത്രി വെച്ചിട്ട് പോയതാണ്. ഇതെന്താണെന്ന് ആർക്കെങ്കിലും അറിയാവോ? കാണുമ്പോൾ ജീരകമിഠായും സബോളയുടെ തൊണ്ടുമായിരിക്കും. പക്ഷെ ഇതിന്റെ ഉള്ളിൽ ഞാൻ കുറച്ച് മരുന്നിട്ടിട്ടുണ്ട്. ഇവിടെ ഈ പാറ്റയുടെ ശല്യം ഭയങ്കരമാണ് കേട്ടോ. അപ്പം പാറ്റേനെ പറ്റിക്കാൻ വേണ്ടി ഞാൻ അതിനുള്ള മരുന്ന് ഇതുപോലെയൊക്കെ ഇട്ടിട്ട് വെക്കുന്നതാണ്. അപ്പൊ നമുക്ക് നമ്മുടെ കിച്ചണില് കെറ്റില് കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. അതെന്റെ ഹസ്ബൻഡാണ്. പിന്നെ ഇവിടെ എന്തോ ഉള്ള ഇവിടെ ഒരു മീൻകറി, പിന്നെ ഇതിലെന്തോ ഒരു തോരന്റെ ബാലൻസും കുറച്ച് ഇരിപ്പുണ്ട്. പിന്നെ നമുക്ക് പരിപാടികളൊക്കെ തുടങ്ങാം. അപ്പൊ ആദ്യം തന്നെ നമ്മുടെ ഈ പാറ്റ പരിപാടി ഉണ്ടല്ലോ, പാറ്റയുടെ വിഷം അതെടുത്ത് കളയണം. ഇല്ലെന്നുണ്ടെങ്കിൽ കുഞ്ഞോ ആരെങ്കിലൊക്കെ വന്നത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാവും. അതുകൊണ്ട് ആദ്യം തന്നെ നമുക്ക് പാറ്റയുടെ വിഷം എടുത്തിട്ട് വേസ്റ്റിലിടണം. ഭയങ്കര വിഷമാണ് അത്. പിള്ളേർക്കൊന്നും എടുക്കാനോ പിടിക്കാനൊന്നും പാടില്ല. അപ്പം നമ്മളിതുപോലെ കവറ് മേടിച്ചോണ്ട് വരുന്ന കവറ് വേസ്റ്റ് ബിന്നിലേക്ക് ഇറക്കി വയ്ക്കും. എന്നിട്ടാണ് നമ്മളതിൽ വേസ്റ്റ് ഇടുന്നത് കേട്ടോ. എന്നിട്ടൊന്ന് കൈ കഴുകിയിട്ട് വേണം ഇനി നമുക്ക് പരിപാടി തുടങ്ങാൻ. അയ്യോ, ഇതാരത് ചോലും കൊണ്ട്? എന്റെ പൊന്നെ, ഈ രാത്രി ഇരുട്ടത്താണ് ഇവിടെ പാറ്റകളുടെ വിഹാര കേന്ദ്രം. ലൈറ്റ് ഓഫ് ആക്കി കഴിഞ്ഞാൽ പാറ്റകളെല്ലാം കൂടി എവിടെ നിന്നൊക്കെ ഇറങ്ങി വരുന്ന ഒരു പിടിയില്ല. അപ്പൊ നമുക്ക് എപ്പോഴും പെസ്റ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇവിടുന്ന് ഇപ്പൊ പെസ്റ്റ് കൺട്രോൾ ചെയ്യണമെങ്കിൽ തന്നെ ഇവിടുന്ന് നമ്മൾ മാറണം. ഇപ്പൊ മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. അപ്പൊ നമ്മൾ ലീവിന് നാട്ടിൽ പോകുന്ന സമയത്ത് എന്തെങ്കിലും പെസ്റ്റ് കൺട്രോൾ ചെയ്യാം എന്നുള്ള പ്ലാനിലാണ്. അപ്പൊ അത് വരത്തേക്ക് നമുക്ക് പിടിച്ചു നിൽക്കണ്ടേ. അപ്പൊ ഒരു നല്ല പാറ്റയുടെ വിഷം മേടിച്ചിട്ട് അത് വെക്കാട്ടോ ചെയ്യണേ. അപ്പൊ നമുക്ക് കുഞ്ഞ് ഇവിടെ വന്നിട്ടുണ്ട്. കുഞ്ഞിന്റെ ഉറക്കമൊക്കെ കഴിഞ്ഞു തോന്നുന്നു. ഇപ്പൊ ചായ വെക്കാൻ വന്ന ആളാണ് ഞാന്. ഇതുവരെ ചായ കുടിച്ചിട്ടില്ല കേട്ടോ. അപ്പൊ ഇവനെ പോയി കുരിശൊക്കെ വരപ്പിച്ച് പല്ലേപ്പിക്കട്ടെ. നമ്പരാനെ കൈ ഇങ്ങനെ പിടിച്ചേ. വിശുദ്ധന്റെ അടയാളത്താലെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാം. ഞങ്ങളുടെ നമ്പരാനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമീൻ. യേശുവോട് പ്രാർത്ഥിച്ചേ. അതിക്ക് കളിക്കല്ലേ, പറയൂ, വർത്താനം പറ. അപ്പൊ നമ്മുടെ കുഞ്ഞിനെ കൊണ്ട് ഡെയിലി ബൈബിൾ വായിപ്പിക്കും. അപ്പൊ കുഞ്ഞ് ഇന്ന് ഉൽപ്പത്തി 15-ാമത്തെ അധ്യായം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പം വായിക്കണ്ടേ നമുക്ക്? ഉൽപ്പത്തി 15-ാം അധ്യായം. അബ്രാമുമായി
ഉടമ്പടി. ബ്രഷ് ചെയ്യാൻ കയറ്. ബ്രഷ് ചെയ്തിട്ട് കുഞ്ഞിക്ക് വീടൊക്കെ അമ്മ ഉണ്ടാക്കി തരാം. കേറിക്കോ. എന്നാ ബ്രഷ് ചെയ്യട്ടാ. എന്നിട്ട് എന്നെ വിളിക്കണം കഴിയാറാവുമ്പോഴേ. തേച്ചിട്ടേ കഴിയാറാകുമ്പത്തേനും വിളിക്കട്ടാ. അമ്മ വന്നിട്ട് തേപ്പിച്ചു തരാം. ഞാൻ ചായ വെക്കട്ടെ? ഞാൻ കിച്ചണിലുണ്ട് കേട്ടാ. അപ്പൊ ആദ്യം തന്നെ ഞാൻ അവന് ചായ വെക്കാൻ പോവാ. ചായ അല്ല, അവന് പാല് വെക്കാൻ പോവാ. ഞാൻ ചായ വെച്ചില്ല, കാരണം അവനെ എടുത്തിട്ട് പിന്നെ അവൻ്റെ തോളത്തിരുന്ന് ഉറങ്ങി. ആ സമയത്ത് ഞാൻ വീട്ടിലേക്കൊക്കെ വിളിച്ചു. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ചായ വെച്ചില്ല. ഇനിയിപ്പോ ഇവന് കൊടുത്തിട്ട് ഇവൻ ചായ കുടിച്ചു കഴിയുമ്പോഴത്തേനും ഞാൻ എൻ്റെ ചായ വെക്കും. ഇതിനടുത്തേക്കണേ. അപ്പൊ അതാദ്യം നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടേ അവനെ ബ്രഷ് ചെയ്യിപ്പിച്ചു കൊടുക്കണം. അവൻ ആദ്യം തന്നെ ചെയ്യും. പിന്നെ നമ്മുടെ ഒരു സമാധാനത്തിന് നമുക്കൊന്ന് പോയി ലാസ്റ്റ് ഒന്ന് തേപ്പിച്ച് കൊടുക്കണമല്ലോ. അവന് ജസ്റ്റ് പാല് ആയിട്ട് കൊടുക്കും. ചായ എന്ന് പറഞ്ഞവനെ പറ്റിക്കുന്നതാണ്. പാലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവൻ മടി കാണിക്കും. അവന് വലിയ മധുരം ഒന്നും വേണ്ടട്ടെ, ലൈറ്റ് ആയിട്ടുള്ള മധുരം മതി. കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആണെന്ന് തോന്നുന്നു. ബാക്കി അവനെ പോയി തേപ്പിച്ചിട്ട്. കുഞ്ഞേ, എന്തൊക്കെയുണ്ട് പരിപാടികൾ? എന്താ പരിപാടി? കുഞ്ഞിന്ന് രാവിലെ തന്നെ ഒരു കൊഞ്ചൽ മൂള. കുഞ്ഞിനെ കാണുന്നില്ല അല്ലേ? ഇരിപ്പുണ്ടിട്ടോ നമ്മുടെ ആള്. എന്താ കുഞ്ഞി പരിപാടി? കുഞ്ഞിന്ന് കൊഞ്ചുവാ രാവിലെ തന്നെ ഇരുന്നുകൊണ്ട്. എന്തിനീ കൊഞ്ചണേ? എനിക്ക് കൊഞ്ചണോ? നിന്നെ കൊഞ്ചണേ? കുഞ്ഞിനെ ചെറുതായിരുന്നപ്പോ ഞങ്ങൾ അങ്ങനെ ഓവർ കൊഞ്ചിക്കലൊന്നുമില്ലായിരുന്നേ. പക്ഷെ പിന്നെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ചെറുക്കൻ തീരെ ചെറുതല്ലേ, എന്നെ ഇത്തിരി കൊഞ്ചിച്ചൂടെ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് കൊഞ്ചിക്കാൻ തുടങ്ങി. ഇപ്പൊ കൊഞ്ചിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ ഭയങ്കര കൊഞ്ചല. ഇതെന്താ ഇത്ര ബ്രൈറ്റ്? ഇത്തിരി ഓവറായി പോയല്ലേ. കിച്ചണിൽ ഇച്ചിരി വെട്ടത്തിന്റെ കുറവുണ്ട്. അപ്പൊ പൊടിക്ക് ബ്രൈറ്റ് കൂട്ടി വെച്ചത് ഇച്ചിരി പാളിപ്പോയി. അപ്പം പുള്ളി ഇപ്പൊ ഭയങ്കര കൊഞ്ചല അല്ലേ കുഞ്ഞി? അങ്ങ് കൊഞ്ചുവാ. ഇങ്ങനെയൊന്നും അല്ല മര്യാദയ്ക്ക് വർത്താനം പറയുന്നത് തന്നെ. ഇപ്പൊ അങ്ങ് കൊഞ്ചുവായിരുന്നുണ്ട്. നമുക്ക് അവിടെ സെറ്റിൽ പോയിരുന്നിട്ട് ചായ കുടിക്കാട്ടാ. അയ്യോ അവിടെ എന്റെ ഒരു കൊഞ്ചല. നീ ബാക്കിൽ പോണം. എന്റെ പാല് തട്ടിക്കളയരുത്. എന്റെ ചായ കുടി സ്പോട്ടാണ് ഇത്. ഞാൻ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് പോണം. പിന്നെ അവൻ ഇവിടെ വന്നിരുന്ന് കഴിച്ചോളും. ഇപ്പൊ റൂമിൽ പോയി കളിച്ചോണ്ടിരിക്കുക. ചെന്ന ചായ കുടിച്ചേ. ചെല്ല്. കൊച്ചിന് ഗ്യാസ് കയറും. വാ ഇവിടെ കയറിയിരിക്കെ. ഇതിനൊന്ന് പിടിച്ചിരുത്തണമെങ്കിൽ ഇച്ചിരി ടാസ്കാ. ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. ഓടിച്ചിട്ട് പിടിച്ച് വേണമെങ്കിൽ കയറ്റിയിരുത്താം. ഗ്ലാസ് തട്ടി മറക്കരുത്. കയറിയിരുന്ന് ചായ കുടിക്ക്. ഇവിടെ ഈ സംഭവം എപ്പോ സെറ്റ് ചെയ്ത് വെച്ചിട്ടും കാര്യമില്ല. അത് അവൻ ടെന്റാന്നും പറഞ്ഞിട്ട് ഇതെല്ലാം കൂടി മേളില് കയറ്റി വെക്കും. ഇനി TV ഓണായി അതിൽ കാർട്ടൂൺ സ്റ്റാർട്ട് ആയിട്ടേ സാറ് പാല് കുടിക്കുള്ളൂ. ഫുള്ള് കൺട്രോൾ റിമോട്ടിന്റെ പുള്ളിയുടെ കയ്യിലാ. റിമോട്ടൊന്നും നമുക്ക് തരാറേ ഇല്ല. എന്തേ മോന്റെ റിമോട്ട് എന്തിയേ? ഇവിടെ ഇരിക്കുവാ. അപ്പം ഇനി ഇവനായി, അവന്റെ പാല് കൂടിയായി. ഞാൻ എന്റെ ചായ വെക്കട്ടെ കേട്ടോ. അവന് ചായ കൊടുത്തിട്ട് അവന് പാല് കൊടുത്തിട്ട് ഞാൻ ചായ വെക്കുന്നതിന്റെ പിന്നിലെ യാഥാർത്ഥ്യം എന്താണെന്നറിയോ? 2 പ്രാവശ്യം പാത്രം കഴുകണ്ട. എനിക്ക് ചായ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പാത്രം കഴുകണം. എന്നിട്ട് വേണം അവന് പാല് വെക്കണമെങ്കിൽ. അപ്പം അവന്റെ ആണെങ്കിൽ കഴിഞ്ഞിട്ട് എനിക്കങ്ങ് ചായ വെക്കാമല്ലോ. മടി. അപ്പൊ എനിക്കുള്ള ചായ വെക്കട്ടെ. സമയത്തിന്റെ ഒക്കെ ഒരു പോക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കേണ്ട സമയത്ത്
ഞങ്ങളിവിടെ ചായ കൂടി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതൊന്നും നല്ലതല്ലെന്ന് എനിക്കും അറിയാം. പക്ഷെ അവൻ രാത്രിയിൽ ഉറങ്ങാണ്ട് പകൽ ഉറങ്ങിയിട്ട് എണീറ്റ് വരുന്നതിനിപ്പോ എനിക്ക് അവനെ ഓർഡർ ആക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വാശിയാ. ഇനിയിപ്പോ എന്തായാലും ഒന്ന് നേരത്തെയൊക്കെ കടത്തി ഉറക്കുന്നുണ്ട്. പക്ഷെ ഒരു 2 മണി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവനത്ര സെറ്റായിട്ട് അങ്ങോട്ട് കിടന്ന് ഉറങ്ങൂല. കുറച്ച് ഡിസ്റ്റർബ്ഡ് ആണ്. തണുപ്പ് കൂടിയിട്ടാണോ തണുപ്പ് കുറഞ്ഞിട്ടാണോ എന്താണെന്നൊന്നും ഒരു പിടുത്തവും കിട്ടുന്നില്ല. അവൻ ചെറുപ്പം തൊട്ടേ അങ്ങനെയാ, ഉറക്കം ഇത്തിരി പ്രശ്നമാണ്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനിയിപ്പോ ഞാൻ ചായയൊക്കെ വെച്ച് ചായ കുടിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അല്ലെങ്കിൽ ഭയങ്കര ബോറടി ആവില്ലേ? എന്നെ തന്നെ കണ്ടോണ്ടിരുന്നിട്ട് നമുക്ക് ബോറടിക്കുന്നുണ്ടാവില്ലേ? വെറുതെ നിന്നെ ബോറടിപ്പിക്കണേ. ബൈ. നമ്മുടെ ടൈം ഇത്ര ലേറ്റ് ആയതുകൊണ്ടേ നമുക്ക് ഇനിയിപ്പോൾ അവിടെ പോയി ഇരുന്ന് ആസ്വദിച്ച് കാപ്പി കുടിക്കാനുള്ള സാവകാശമൊന്നുമില്ല. അപ്പം ഞാൻ ഈ ചായ വെക്കുന്നതിന്റെ പിന്നാലെ തന്നെ ഒരു ഗ്ലാസ്സില് നമ്മുടെ ചിയാ സീഡ് ഇല്ലേ, അതിങ്ങനെ ഒരു സ്പൂൺ എടുത്ത് വെള്ളത്തിലിട്ട് വെക്കുവേ. അതൊരു 2 മണിക്കൂർ കുതിർന്ന് കഴിഞ്ഞിട്ട് അത് കുടിക്കാനുള്ളതാ. പിന്നെ ഞാൻ ചെയ്യുന്നൊരു പരിപാടി ഇത് കണ്ടോ, ഐസ് ഇങ്ങനെ ഫ്രിഡ്ജിൽ തലേദിവസം വെച്ചിട്ട് വെള്ളത്തിലിട്ടിട്ട് മുഖം ഡിപ്പ് ചെയ്യും. നല്ലതാണെന്നൊക്കെ കേട്ടു. ഒരാഴ്ചയൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട് എനിക്ക് നല്ലതായിട്ട് തോന്നുന്നുണ്ട്. മുഖത്തിപ്പോ ഭയങ്കര എന്തോ മാറ്റം വന്നൊന്നല്ല. എനിക്ക് കണ്ണിന്റെ അടിയിലൊക്കെ ഇങ്ങനെ ഒരു വീർത്തൊക്കെ ഇരിക്കില്ല, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മാറുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. ഇനിയിപ്പോ ഇത് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് പലതും തോന്നും. അങ്ങനെ തോന്നുന്നതാണോന്ന് അറിയില്ല. അതിവിടെ വെള്ളത്തിൽ വെച്ചിട്ടുണ്ട്. ഡയറക്റ്റ് അങ്ങ് മുക്കാൻ പറ്റില്ല, ഭയങ്കര തണുപ്പല്ലേ. അപ്പൊ കുറച്ചു നേരം അതൊന്ന് സെറ്റ് ആവണ വരെ അവിടെ ഇരിക്കട്ടെ. നമുക്ക് അതിൻ്റെ ഇടയിൽ കൂടെ കാപ്പി കുടിക്കണം. സമയം ഇത്ര ലേറ്റ് ആയതുകൊണ്ട് നമുക്കിനി ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങണം. അരി എടുത്തിട്ട് വെള്ളം ഒഴിച്ചിടാം. വേറൊരു കോമഡി ഉണ്ട്, അത് കാണിച്ചു തരാവേ. ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നത് മട്ടേരിയാ. മട്ടേരി മേടിക്കാറില്ലായിരുന്നു, ഒരു തോന്നലിന് അങ്ങ് മേടിച്ചതാ. എന്തൊരു കളറാന്നറിയൂ സാധനം കഴുകുമ്പോ. അപ്പൊ ഞാന് ഇങ്ങനെ അരി എടുത്തിട്ടിട്ട് വെള്ളം ഒഴിച്ച് കുറച്ചു നേരം വെക്കുക. അല്ലെങ്കിൽ കുറച്ചു നേരം കുതിർന്ന് കഴിയുമ്പോഴത്തേനും പെട്ടെന്ന് കഴുകാൻ എളുപ്പമുണ്ട്. മറ്റേത് കഴുകി മടുക്കും മനുഷ്യൻ. കാണിച്ചു തരാവേ ഒരു കോലം. ഈ അരി ഇത് കാണുന്നില്ലല്ലോ. ഈ അരിയിലോട്ട് നമ്മൾ വെള്ളം ഒഴിച്ചിട്ടേ ജസ്റ്റ് ഒന്ന് കറക്കുമ്പോഴത്തേനും കളറ് വരാൻ തുടങ്ങും. ഇതൊക്കെ നിങ്ങൾ കാണുന്നതായിരിക്കും. പക്ഷെ ഞാനിതിപ്പോൾ യൂസ് ചെയ്യാണ്ടിരുന്നിട്ട് കുറെ കാലത്തിന് ശേഷം യൂസ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് തോന്നാണെന്നറിയില്ല, ഇതങ്ങ് ചെളിവെള്ളം ഇളകുന്ന പോലെ ഇളകാൻ തുടങ്ങും. അപ്പൊ ഇതൊന്ന് കഴുകണം. അപ്പൊ കുറച്ചേരം അതവിടെ കുതിരട്ടെ. നമ്മൾ ചിയാ സീഡ് ഇങ്ങനെ വെള്ളത്തിൽ കുതിർത്തിയിട്ട് പെട്ടെന്ന് ഡയറക്റ്റ് അങ്ങോട്ട് കുടിക്കരുത് കേട്ടോ. ഞാൻ ആദ്യം ഇതിങ്ങനെ ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ചെയ്ത ഒരു മണ്ടത്തരമാണ്. ഈ ചിയാ സീഡ് വെള്ളത്തിലിട്ടിട്ട് കുറച്ച് നേരം വെച്ചിട്ട് അങ്ങോട്ട് കുടിക്കുമായിരുന്നു. പക്ഷെ അങ്ങനെ കുടിച്ചോണ്ടിരുന്നപ്പോണ്ടല്ലോ, കുടിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം പിന്നെ ഭയങ്കര ക്ഷീണം. എനിക്ക് സാധാരണ ക്ഷീണം ഒന്നും ഉണ്ടാവരുത്, നല്ല എനർജി കിട്ടുന്നത് അങ്ങനെ ഒരു സെറ്റപ്പ് അല്ലേ ഇത്. പക്ഷെ എനിക്കിത് കുടിച്ചു കഴിഞ്ഞാൽ ക്ഷീണം തന്നെ ക്ഷീണം. പക്ഷെ അങ്ങനെ ക്ഷീണമായിട്ട് ഞാൻ പിന്നെ അത് കുടിക്കാണ്ടായി. പിന്നെ ഞാൻ കുടിക്കാറേ ഇല്ല, പിന്നെ ഞാനത് വിട്ടു. പക്ഷെ പിന്നെ എനിക്ക് ഈ ഒമേഗ 3 അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ടാബ്ലറ്റ് ആയിട്ട് എടുക്കാനുള്ള മടി കാരണം കൊണ്ട് ഞാൻ വീണ്ടും ഇതിനെക്കുറിച്ച് ഒന്നും കൂടി ഗഹനമായി സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ ഇത് കുറച്ച് നേരം കുതിർത്തിട്ട് വേണം കുടിക്കണമെങ്കിൽ. അങ്ങനെ കുതിർത്തിട്ട് കുടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഇതിന് ഒരു പ്രശ്നമില്ല. ഇത് കുടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഒരു പ്രശ്നമില്ല, നല്ല സുഖമായിട്ട് നടക്കുന്നുണ്ട്. അപ്പം കുടിക്കുന്നത് നല്ല കേട്ടോ. അപ്പം ഇതൊന്ന് കുതിരാനായിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് അടച്ചിവിടെ വെക്കണം. ഇവിടെ അടച്ചു വെച്ചില്ലെങ്കിൽ പാത്തക്കുഞ്ഞുങ്ങളെല്ലാം കൂടി ഉള്ളിൽ കയറിക്കും. ചട്ടക്കുട്ടിൻ്റെ അടുത്ത് ഞാൻ അടുത്ത പരിപാടി പാത്രം കഴിയിട്ട് നമുക്ക് ഐസിൽ മുക്കാൻ. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പായ സ്ഥിതിക്ക് 2 മുട്ട പുഴുങ്ങി കഴിക്കാം, എനിക്കും കുഞ്ഞിക്കും തൽക്കാല ആശ്വാസത്തിന്. ഐസ് വാട്ടറിൽ മുക്കാം. എന്താണ് ചെരുവൊക്കെ എടുത്തേക്കണേന്ന് അറിയോ? എൻ്റെ ഇത് ഇട്ടിട്ട് മുക്കാൻ പറ്റിയ വേറെ സാധനങ്ങളില്ല. ഓൺലൈനിൽ മേടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിലൊക്കെ ഞാൻ കണ്ടു വീഡിയോസിലൊക്കെ, പക്ഷെ അത് ഇവിടെ കിട്ടുമെന്ന് എനിക്ക് അറിയില്ല, തപ്പി നോക്കണം. ഞാൻ ഈ പരിപാടി എനിക്ക് കുറച്ച് നാളല്ലേ. അപ്പൊ ഇതിന്റെ ആവശ്യം എന്താ? നമുക്ക് മുക്കിയാ പോരെ, ഇത് തന്നെ ധാരാളം. ഇതിന് ഇതൊക്കെ മതി. കിച്ചണിൽ തന്നെ നിന്നിട്ട് മുക്കണം. ഇത് പിടിച്ചോണ്ടി ഞാൻ വാഷ്റൂമിൽ ഒന്നും പോകില്ല, അവിടെ തന്നെ നിന്ന് മുക്കും. നമ്മൾ വീട്ടിലുള്ള പെണ്ണുങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്ത്. അപ്പൊ ഇത് മുക്കട്ടെ കേട്ടോ. നല്ല സുഖമായിട്ട് ഈ ഐസ് വാട്ടറിൽ മുഖം മുക്കി കഴിയുമ്പോൾ ആദ്യമൊക്കെ മുക്കുമ്പോൾ ഇത്തിരി പാടുണ്ടാവും. പിന്നെ നമ്മൾ ഡെയിലി ചെയ്യുമ്പോൾ നല്ല സുഖമാണ്. നല്ല മുഖം ഇങ്ങനെ നല്ല രസമാണ്. എല്ലാവരും ചെയ്തോളൂട്ടാ. അരി കഴുകി അടുപ്പത്തോട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതിൻ്റെ പരിപാടിക്ക് നിൽക്കണ്ടല്ലോ. അപ്പം പെട്ടെന്ന് തന്നെ അരി കഴുകിയെടുക്കും. പിന്നെ ഞങ്ങൾ രണ്ടുപേരും വലിയ വിശപ്പിന്റെ ആൾക്കാരല്ല. അവനിപ്പോൾ പാല് കുടിച്ചതുകൊണ്ട് പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ഉണ്ടാക്കി കൊണ്ട് കൊടുത്താലും അവൻ കഴിക്കുമൊന്നുമില്ല.
അപ്പം അതുകൊണ്ടാണ് ഞാൻ മുട്ട പുഴുങ്ങാനിട്ടത്. കഴിക്കുവാണെങ്കിൽ കഴിക്കട്ടെ എന്ന് ഓർത്തിട്ട്. അറിയില്ല, അവൻ്റെ ഓരോ മൂഡ് പോലെ ഇരിക്കും മുട്ടയൊക്കെ കഴിക്കുന്നത്. ഞാൻ ഏതായാലും ഒരു മുട്ട കഴിക്കും. അപ്പം ഉണ്ടോ കേട്ടോ, അപ്പൊ കളർ കണ്ടാണേ. ഇതിൽ കണ്ട അതിൽ ഇങ്ങനെ എത്രത്തോളം മനസ്സിലാവും എന്നറിയില്ല, ഭയങ്കര കളറാ. ഇനിമേലൊക്കെ ഞാനിത് മേടിക്കില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ഇങ്ങനെ ഓരോ ഡോക്ടേഴ്സിൻ്റെ ഒക്കെ വീഡിയോസ് കണ്ടിട്ടേ അവരിങ്ങനെ പറയുന്നത് കേട്ടു, രാവിലെ തന്നെ ഈ ദോശ, ഇഡ്ഡലി അങ്ങനെയുള്ള സംഭവം ഹെൽത്തി ആണെങ്കിലും അങ്ങനെയുള്ള ഇത് കഴിക്കുന്നതിനും നല്ലത് 2 മുട്ട പുഴുങ്ങി കഴിക്കുന്നതായിരിക്കും നല്ലതെന്നൊക്കെ ഇങ്ങനെ കേട്ട് കഴിഞ്ഞപ്പം എളുപ്പമുണ്ടല്ലോ, 2 മുട്ട കഴിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ മുട്ട കഴിക്കലാണ് ഇപ്പോൾ പരിപാടി. കെട്ടിയോനും രാവിലെ മുട്ട പുഴുങ്ങിയത്, ഞങ്ങൾക്ക് രാവിലെ മുട്ട പുഴുങ്ങിയത്. സിമ്പിളല്ലേ, ചുമ്മാ പണിയും ലാഭം ഹെൽത്തിയുമാണ്. ഇതൊന്നും ആരും അനുകരിക്കില്ലല്ലേ. അല്ല, മുട്ട പുഴുങ്ങി കഴിക്കുന്നത് അനുകരിച്ചോ, കുഴപ്പമില്ല, അത് നല്ലതാണ്. നമ്മുടെ മുട്ട അവിടെ ഇരുന്ന് വിസിൽ പോട്ടെ. അപ്പൊ തന്നെ നമുക്ക് പോയിട്ട് തുണി വിരിച്ചല്ല, ബെഡ്ഷീറ്റ് വിരിച്ചിട്ട് വരാം. ആണിപ്പോൾ നമ്മുടെ റൂമിലെ അവസ്ഥ. ആ കാണുന്നത് അവന്റെ ടോയ്സ് എല്ലാം കൂടി എടുത്ത് വെച്ചേക്കുന്നതാണ്. അവന്റെ ബോക്സ് ആണത്. അപ്പം അവന്റെ ടോയ്സ് എല്ലാം കൂടി ഒതുക്കി അതിൻ്റെ ഉള്ളിൽ കയറ്റി വെച്ചേക്കുന്ന. ഈ ടേബിൾ ശരിക്കും ടീപ്പോ അവിടെ ഹോളിൽ സെറ്റിയുടെ ഫ്രണ്ടിൽ കിടന്നതാണ്. അത് അവിടെ അതിന്റെ മേളിൽ കയറിയിട്ട് ചാട്ടം കാരണം കൊണ്ട് അതെടുത്ത് ഇവിടെ കൊണ്ടുവന്നിട്ടേക്കുന്നതാണ് കേട്ടോ. നമുക്ക് വേഗം നമ്മുടെ ബെഡ്ഷീറ്റൊക്കെ ഇന്ന് വിരിച്ചിട്ട് ഇവിടെ നിന്ന് സ്റ്റാൻഡ് വിടാം. ഇവിടെ അധികം നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഇരിപ്പാവും. നാട്ടിൽ നല്ല വെയിലാണല്ലേ, നല്ല ചൂടാണെന്നൊക്കെ ഇങ്ങനെ വിളിക്കുമ്പം മമ്മിയൊക്കെ പറയുന്നത് കേട്ടായിരുന്നു. ഇവിടെ ചൂട് കഠിനമായിട്ടില്ല, പക്ഷെ ഇപ്രാവശ്യം നേരത്തെ തന്നെ ചൂട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്രാവശ്യം അധികം വിന്റർ ഉണ്ടായിരുന്നില്ല. നമുക്ക് ആ തണുപ്പ് അങ്ങോട്ട് അനുഭവിക്കാൻ പറ്റിയില്ല. അപ്പോഴത്തേനും തണുപ്പൊക്കെ പോയി, നേരത്തെ തന്നെ ചൂട് സ്റ്റാർട്ട് ചെയ്തു. എന്താല്ലേ, ഫുള്ള് ക്ലൈമറ്റ് ആകെ അലമ്പായി. ഇവിടെ ഖത്തറിൽ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട് ഇപ്പോൾ. പിന്നെ ഭയങ്കര പൊല്യൂഷനാ. പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഒരു പുകയ്ക്കകത്തോട്ടൊക്കെ പോകുന്ന പോലെ ഒരു ഫീലാ. ഇന്നലെ വൈകുന്നേരമൊക്കെ AC ഇട്ടിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ഇങ്ങനെ എൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ശ്വാസം മുട്ടായിരുന്നു. എന്തോ പുക അങ്ങനെ നമ്മൾ വലിക്കില്ലേ, പുക ശ്വസിക്കുന്ന പോലെ തോന്നിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് കുറെ നേരം വിൻഡോ ഒക്കെ തുറന്നിട്ട് പിന്നെ ഈ ഡോറൊക്കെ തുറന്നിട്ടിട്ടാണ് ഇന്നലെ ഒന്ന് കടന്നുറങ്ങിയത്. എന്താ സംഭവം എന്നറിയില്ല, ഭയങ്കര പൊല്യൂഷൻ ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ. നിങ്ങൾക്ക് ഞാൻ എൻ്റെ പുറത്തേക്കുള്ള വ്യൂ കാണിച്ചു തരാവേ. നല്ല വെയിലാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ വന്ന് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കാണുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഫുള്ള് അപ്പാർട്ട്മെന്റുകളും കാര്യങ്ങളൊക്കെ. ഫോൺ താഴത്തേക്ക് പോയില്ലായിരിക്കും അല്ലേ. ഇതാണ് നമ്മളുടെ വ്യൂ. ഒറ്റത്ത് കാണുന്നത് കോർണിഷാണ്. പക്ഷെ ഇവിടുന്ന് അങ്ങനെ എനിക്കിപ്പോൾ വ്യൂ ഇല്ല. പണ്ടത്തെ റൂമിലായിരുന്നപ്പം നല്ല വ്യൂ ആയിരുന്നു. എൻ്റെ അമ്മ ഇപ്പോൾ ഫോണും കൊല്ലം കൂട്ടി താഴെ പോയേനെ. ഇതാണ് നമ്മുടെ വ്യൂ. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് വ്യൂ കണ്ട് കളിക്കാതെ നമുക്ക് നേരെ അടുത്ത പരിപാടിക്ക് പോവാം. എന്തായാലും നമ്മൾ ഇവിടെ വരെ വന്നതല്ലേ, നമുക്ക് കുറച്ച് മോയ്സ്ചറൈസർ ഇടണം. അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ മുഖം മരുഭൂമി പോലെയാവും. നല്ല സൂപ്പർ ഡ്രൈ സ്കിന്നാണ് എൻ്റെ. പിന്നെ ആ കാണുന്നത് വാൾ സ്റ്റിക്കർ ഒന്നും ഒട്ടിച്ചേക്കുന്നല്ല, അത് വേറൊരു ആവശ്യത്തിന് വേണ്ടി ഹസ്ബൻഡ് അവിടെ അങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതെന്തിനാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, അത് ആളുടെ സ്വന്തം ഏരിയ ആണ്. അത് നമ്മുടെ മോയ്സ്ചറൈസർ ഇട്ടിട്ട് ഇവിടുന്ന് ഒന്ന് മുടിയും കൂടി കെട്ടിയിട്ട് ഇവിടുന്ന് സ്റ്റാൻഡ് വിടാം കേട്ടോ. നമുക്കിന്ന് പാക്ക് ഇടാവേ. പാക്ക് ഇടണമെന്നില്ല, ഉണ്ടാക്കി കാണിച്ചു തരാം. ഇന്നലെ ഇട്ടതാ. അതിൻ്റെ ഒരു തെളിച്ചെന്റെ മുഖത്തുണ്ട്. ഇല്ലേ നല്ല രസമുണ്ട്. നല്ല സൂപ്പർ പാക്കാ, നല്ല എഫക്റ്റീവാണ്. ഇട്ട് നോക്കണം. ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മൾ നല്ലൊരു ഗ്ലോയും ചെളി അങ്ങോട്ട് പോയിട്ടൊന്ന് തെളിഞ്ഞു വരും മുഖം. അപ്പം നമുക്ക് നമ്മുടെ മുടി കഴിക്കാം. അത് മുടി കണ്ട് ഗായ്സ്, എൻ്റെ മുടിക്ക് നീളമൊക്കെ വെച്ച് നാട്ടിൽ പോയി കളർ ചെയ്ത് ഞാൻ അലമ്പാക്കി കൊണ്ടുവന്നതാണ്. ഇപ്രാവശ്യം പോയിട്ട് വേറെ ഏതെങ്കിലും കളർ മുക്കണം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് മുക്കിയിട്ട് പോകണം. ഇതിൻ്റെയൊക്കെ ലെങ്ത് കൂടി ഇപ്പം മൊത്തം താഴേക്കായി. ഇനി നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് കോമ്പ് ചെയ്തൊന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്ക് നേരെ പോവാം. ആര് കാണാനും. വേറെ നിങ്ങൾ പ്രതീക്ഷിക്കരുത്, വേറെ സ്കിൻ കെയർ ഒക്കെ എനിക്കുണ്ടെന്ന് ഒരു തേങ്ങില്ല. ഒരു മോയ്സ്ചറൈസർ ഇടും, അതാണ് എൻ്റെ സ്കിൻ കെയർ. സ്കിൻ കെയറിനൊന്നും താല്പര്യമില്ല. സ്കിൻ കെയർ ചെയ്ത് നമ്മുടെ മുഖം
നശിപ്പിക്കരുത് എന്നാണ് എനിക്ക് തോന്നാറുള്ളത്. കുറേ പേരുടെ വീഡിയോസ് ഒക്കെ നമ്മളിങ്ങനെ കാണാറുണ്ട്. ഇങ്ങനെ ഒത്തിരി ക്രീമുകളും സെറം അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ ഇങ്ങനെ ലെയർ ആയിട്ട് ഇങ്ങനെ ഇടുന്നതൊക്കെ. പക്ഷേ ഞാനൊരു ബ്യൂട്ടീഷ്യൻ ആയിരുന്നു, അല്ല ബ്യൂട്ടീഷ്യനാണ് ഞാൻ പഠിച്ചത്, ബ്യൂട്ടീഷ്യനാണ്. പക്ഷെ എനിക്കെന്തോ അങ്ങനെ ക്രീമുകളെല്ലാം വാരി അടിച്ചിട്ട് സ്കിൻ കെയർ എന്ന് പറയുന്നതിനോട് അത്രയൊരു താല്പര്യം വരുന്നില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, എനിക്കതങ്ങനെ ചെയ്യാനുള്ളൊരു താല്പര്യമില്ല. അപ്പൊ നമുക്ക് നമ്മുടെ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. നമുക്ക് നമ്മുടെ വേണമെങ്കിൽ ആർഭാടത്തിന് ഒരു പൊട്ടും കൂടി കുത്താം. പക്ഷെ പൊട്ട് കുത്തിയെന്നെ കാണാൻ ഒരു മെനയില്ലാന്ന് എനിക്ക് തോന്നുന്നത്. ഇത് പൊട്ട് വേണ്ട. അപ്പൊ നമുക്ക് റൂമിൽ നിന്ന് നേരെ കിച്ചണിലേക്കാണ്. അയ്യോ, അവിടെ ഡ്രസ്സുകൾ ഉണക്കാനിട്ടിരിക്കുകയാണ് ഗൈസ്. നിങ്ങൾ വല്ലതും കണ്ടു കാണുമല്ലോ. അത് നമുക്ക് നമ്മുടെ കുഞ്ഞിയുടെ അടുത്ത് വന്നിട്ട് ഒന്ന് സോപ്പിട്ടിട്ട് നൈസായിട്ട് കിച്ചണിലേക്ക് പോവാം. ആ കുഞ്ഞി അമ്മയുടെ ചുണ്ടറിനാണോ ചുണ്ടറിനാണോ? എടാ നിന്നോട് ഇങ്ങനത്തെ കാർട്ടൂൺ കാണല്ലെന്ന് പറഞ്ഞതല്ലേടാ കുഞ്ഞി. ഇത് എന്തിനാ ഇങ്ങനത്തെ കാണണേ? ഇങ്ങനത്തെ കാണാനേ എന്തിനാ? വേണ്ട, ഒരു മെനകെട്ട കാർട്ടൂണുകളുണ്ട് കേട്ടോ. കോക്കാച്ചി വരുന്നത്, കുറെ പേടിപ്പിക്കുന്നത്, അത് തന്നെ ഇരുന്ന് കാണുന്നത്. എത്ര മാറ്റിയാലും അത് തന്നെ വീണ്ടും വീണ്ടും വരും. ഇതൊക്കെ പിള്ളേരെ കാണിക്കുന്നത് എന്തിനാണാവോ? പിള്ളേരെ പറഞ്ഞിട്ട് കാര്യമുണ്ട്? ഇതിലിങ്ങനെ സ്ക്രോൾ ചെയ്തോണ്ടിരിക്കല്ലേ, അപ്പൊ ഇതിങ്ങനെ വന്നോണ്ടിരിക്കുക. അപ്പൊ എനിക്ക് അമ്മ മുട്ട തരട്ടെ. മുട്ട കഴിച്ചാലില്ലേ നമുക്ക് നല്ല എനർജി വരും, പ്രോട്ടീൻ കിട്ടും നമുക്ക്. മുട്ട എടുത്തിട്ട് തരട്ടെ? ഒരു മൈൻഡില്ല, ടി വിക്കകത്ത് ലയിച്ചിരിക്കുക. അപ്പൊ മുട്ട എടുത്തോണ്ട് വരട്ടെ. ഡ്രസ് ഒന്ന് എടുക്കട്ടെ പൊന്ന. കുഞ്ഞു അമ്മ തരണ ഈ ഡ്രസ് റൂമിൽ കൊണ്ടിട്ടിട്ട് വാ. അതവിടെ വെച്ചോ. ഇത് പിടിക്ക്, റൂമിലേക്ക് പൊക്കോ. മടക്കി വെക്കണം കുഞ്ഞ്. നമുക്ക് ഇനി ഈ തുണികളൊക്കെ ഒന്ന് ഒതുക്കി വെക്കണം. ഈ തുണി മടക്കൽ ഭയങ്കര മടിയുള്ള ഒരു പരിപാടിയാണ്. പക്ഷെ മടക്കാണ്ട് പറ്റില്ലല്ലോ. ഉണ്ടോ? നീ ഇവിടെ വന്നിരിക്കേ. നിനക്ക് ഇടണ്ടേ? കിടക്ക്. കൊച്ചിന് ക്രീം ഇടണം. ഭയങ്കര ഡ്രൈ ആവാണ്. എന്തുണ്ട്? പാടുണ്ടല്ലേ? അതേ കുരുത്തക്കേട് കാണിക്കുമ്പോ ആലോചിക്കണം. ഓടല്ലടാന്ന് പറയുമ്പോ നീ പറക്കല്ലേ ചെയ്യണ റോട്ടിക്കൂടെ. അപ്പൊ വീഴും, പിള്ളേരായ വീഴും. പാടൊക്കെ വരും, ഒക്കെ വരണം. ഇതൊക്കെ മുദ്രകളാണ്, മുദ്രകൾ. ഒന്നും കളയരുത് കേട്ടോ. എന്റെ കാലിൽ വരുന്നുണ്ട് മുദ്ര, കാണുന്നുണ്ട് മുദ്ര. അത് പിന്നെ വീണിട്ടല്ല, എന്റെ കുരുത്തക്കേടിന്റെ. അത് ഞാൻ ഷേവ് ചെയ്തതാ കാല്. ആ സ്കിന്നെ തൊലി അടക്കം ഇങ്ങനെ വലിച്ചങ്ങ് എടുത്ത്. നമ്മളോടാ കളി. കല്ല് പോരെ? ആ തലയൊക്കെ ഒന്ന് ചീകിക്കേ. ഒന്ന് തലയൊക്കെ ഒന്ന് ചീക്. എന്റെ കേട്ടോ പറയുന്നു, അമ്മാമ്മമാരിരുന്ന് കുഴമ്പ് വയ്ക്കുന്ന പോലെ ക്രീം ഇടണേന്ന്. ദൈവമേ, അവിടെ കേറി നിന്നിട്ടാണ് തല ചീകുന്നത്. എടാ വീഴൂടാ. നല്ല ശുണ്ട്രനാവട്ടെ അങ്ങോട്ട്. ഞങ്ങൾക്ക് ഇതൊക്കെയാണ് ഇവിടെ പരിപാടികള്. ഞങ്ങള് ഇങ്ങനെ എൻജോയ് ചെയ്തോണ്ടിരിക്കുക. പാവം എന്റെ കെട്ടിയോൻ രാവിലെ ജോലിക്ക് പോകുന്നു. ഞങ്ങൾ ഇവിടെ ക്രീമൊക്കെ ഇട്ട് ഇങ്ങനെ
ഇരിക്കുന്നു. കൊച്ചിന് ജലദോഷം ഉണ്ടല്ലോ പന്ന. മരുന്ന് കഴിക്കണ്ടേ? നമുക്ക് മരുന്ന് കഴിക്കാട്ടോ. എന്ത്? തേക്കണം. ടിഷ്യൂ എടുത്തേ കൊച്ചിന്റെ മുഖം തുടയ്ക്കാൻ. അമ്മയുടെ കുഞ്ചി ഇവിടെ വാങ്ങി. ഏതാടാ പാട്ട്? അയ്യോ, അത് ഏതായിരുന്ന പാട്ട്? ഇങ്ങനെ കളിച്ചിട്ട് ഇതിന്റെ സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. പാട്ട് ഞാൻ മറന്നുപോയടാ. ഇങ്ങനെ കളിച്ചിട്ട് സാധനമായിരുന്നു, നല്ലായിരുന്നു. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കളിച്ച് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാനൊക്കെ ഇങ്ങനെ രണ്ട് ട്രിപ്പ് ചാടി കഴിയുമ്പോൾ അതാണ് അവസ്ഥ. അത് കൊള്ളില്ലേ? മാറ്റി വെക്കാം നമുക്ക്.
അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഫേസ് പാക്ക് എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പൊ ഇതിന് വേണ്ട സാധനങ്ങൾ: ഉലുവാപ്പൊടി, ഇത് നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യുന്ന ഉലുവ പൊടിച്ചത്. അത് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാൻ എത്രത്തോളം ആവശ്യമുണ്ടെന്ന് വെച്ചിട്ട് എടുക്കുക. ഇതിപ്പോ എനിക്കും ഹസ്ബൻഡിനും കൂടിയിട്ട് ഞാൻ മിക്സ് ചെയ്ത് വെക്കുന്നതുകൊണ്ട് കുറച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും തന്നെ ധാരാളമാണ്. ഇത് പാലിൽ മിക്സ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പാലിൽ മിക്സ് ചെയ്ത് വരുമ്പോഴത്തേന് ഇതങ്ങ് കുതിർന്നിട്ട് അത്യാവശ്യം ഇതിന്റെ ഈ ഒരു ബൗളിന്റെ ഒരു ഹാഫ് ഒക്കെ ചിലപ്പം നമുക്ക് കിട്ടും കേട്ടോ. അപ്പം ഇതാണ് സിമ്പിൾ ഫേസ് പാക്ക് ആണ്. പാലും കൂടി ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ഇവിടെ വെക്കാവേ. ഇത് കുറച്ച് നേരം അങ്ങ് ഇരിക്കുമ്പോഴത്തേനും ഇപ്പൊ കുറേ വെള്ളം പോലെ പാല് തോന്നിക്കും, പക്ഷെ അങ്ങനെയല്ല. ഇതിൽ കുറച്ചധികം പാലൊഴിച്ച് വേണം മിക്സ് ചെയ്ത് വെക്കാനായിട്ട്. അപ്പം കുറച്ച് നേരം കഴിയുമ്പോഴത്തേനും ഇതങ്ങ് കുതിർന്നിട്ട് നല്ല പേസ്റ്റ് പോലെ ആയി വരും. പല ടൈപ്പ് ഹോം മെയ്ഡ് പാക്കുകൾ മാത്രം യൂസ് ചെയ്യുന്ന ആളാ. പല ടൈപ്പ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിലെ ഏറ്റവും അടിപൊളിന്ന് എന്താ പറയാ, വിശ്വസിക്കാൻ പറ്റാത്ത അത്രയും ചേഞ്ചസ് ആണ് ഈ സാധനം ഇടാൻ തുടങ്ങിയ പിന്നെ ഉണ്ടാവാൻ തുടങ്ങിയിട്ടുള്ളത് കേട്ടോ. നിങ്ങളുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും, നല്ലൊരു ഗ്ലോ വരുന്നുണ്ട്. ഒരു എന്തോ സംഭവിക്കുന്നുണ്ട് ഇതിട്ട് കഴിയുമ്പോൾ. ഞാൻ ചുമ്മാ തള്ളുന്നതല്ല, എന്റെ ഹസ്ബൻഡിനും ഇട്ട് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പൊ ആള് ഓഫീസിലൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കിനും പിറ്റേ ദിവസം ഇതിട്ടിട്ട് പിറ്റേ ദിവസം ഓഫീസിൽ ചെന്ന് കഴിഞ്ഞപ്പം അവിടെയുള്ളവര് ചോദിച്ചു എന്ന് പറഞ്ഞു, മുഖത്ത് നല്ല ചേഞ്ച് ഉണ്ടല്ലോ, ആള് നന്നായിട്ട് ടാൻ അടിക്കുന്നുണ്ടല്ലോ, അത് ടാൻ ഒക്കെ മാറിയല്ലോ, എങ്ങനെയാ ഇങ്ങനെ ആയത് എന്നൊക്കെ ചോദിച്ചു എന്ന്. അപ്പം നല്ല എഫക്റ്റ് ഉണ്ട്. ഇപ്പൊ നിങ്ങക്ക് തലേദിവസം ഇത് ഇട്ട് കിടക്കല്ല, ഇട്ടിട്ട് സെറ്റ് ചെയ്ത് പിറ്റേ ദിവസം രാവിലെ ഒരു പരിപാടിക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിലല്ലോ നിങ്ങളുടെ മുഖം നല്ല സൂപ്പർ ആയിട്ടിരിക്കും. അവന് ഫുഡ് കൊടുക്കാനും ഞാൻ വന്നേ, പക്ഷെ നല്ല വിശപ്പ്. ഫ്രിഡ്ജിൽ കുറച്ച് പായസം ഇരിപ്പുണ്ടായിരുന്നേ, ചെറുപയർ പായസം, നല്ല ടേസ്റ്റാ. അപ്പം ഈ ഫ്രിഡ്ജിൽ ഇരുന്നിട്ട് കഴിക്കാൻ പ്രത്യേക ഒരു ടേസ്റ്റ് അല്ലേ. അപ്പൊ കുറച്ച് കഴിക്കാന്ന് വിചാരിച്ചു. അവന്റെ സ്ഥലത്തിരുന്നിട്ട് കഴിക്കുന്നുണ്ട്, ഞാനും ഇവിടെ ഇരുന്ന് കഴിക്കണു. ഇതിന് കഴിഞ്ഞ ഞാൻ ചോറിനൊന്നും അറിയത്തില്ല, കൊടുക്കണ്ടെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ ഞാൻ കഴിക്കണ കണ്ടപ്പോ അവന് വേണമെന്നും പറഞ്ഞു വന്നു. പായസം എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടോ? ഹലോ, ചിക്കിടി 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 ചി. അമ്മേ, ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിട്ടായിരുന്നു. നീയും കൂടി ഉണ്ടാ? നീയും കൂടി എങ്ങടാ? സ്പ്രേ ചെയ്യാനായിരിക്കും അല്ലേ? മതി, കുറച്ച് മതിടാ കുഞ്ഞത്. ഡെറ്റോൾ അങ്ങനെ ഒത്തിരി അടിക്കണ്ട, ഭയങ്കര സ്മെല്ല് വരും അത്. വെള്ളം ഉണ്ടല്ലോ. അയ്യോ, കുഞ്ഞിവിടെ അടിച്ച് കൊറേ ഉണ്ടടാ. കുഞ്ഞ് ടി വി കാണുന്നില്ലെങ്കിൽ നിർത്തിക്ക്. കൊറേ നേരമായില്ലേ ടി വി? മതി, അവിടെ അടിക്കരുതേ. മതി. അമ്മ തുടച്ചു കുഞ്ഞിനെ കഴിഞ്ഞോട്ടാ. വെള്ളോ? കുഞ്ഞു, നീ എന്നെ പായസം വേണമെന്നൊക്കെ പറഞ്ഞ് മേടിച്ചിട്ട് അത് കഴിച്ചിട്ടില്ല അല്ലേ? നീ മേടിക്കല് മാത്രം ഉള്ളല്ലോ കുഞ്ഞെ, എന്താ നീ കഴിക്കാത്തൊരു സാധനം? ഇത് കഴിക്കുന്നില്ലേ? വേണ്ടേ? ഈ ഇരിപ്പ് ഇവിടെ ഇരിക്കാണ്ട് എണീറ്റേ പൊന്നി അവിടുന്ന്. എന്ത്
മതി മതി, ടി വി ഒക്കെ നിർത്താൻ പോവാണ്. ഇനി കുഞ്ഞു അമ്മയുടെ കൂടെ കളിക്കാം. ചോറ് തരട്ടെ? വേണ്ടാന്നാ? അങ്ങനെ ഇരുന്നാ ശരിയാവില്ല പൊന്നി. ഫുൾ ടൈം ടി വി കണ്ടോണ്ടിരുന്നാ ശരിയാവില്ല. ഇവിടെ എണീറ്റ് നമുക്കേ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്, ഒക്കെ ചെയ്യണ്ടേ. ഇതിനിടയ്ക്ക് ഞാൻ അവന് ചോറ് കൊടുക്കാൻ പോയായിരുന്നു. അവന്റെ ചോറാണ്. കുറച്ച് ഞാൻ കഴിച്ചു. പിന്നെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഓർത്ത വീഡിയോ എടുക്കണമായിരുന്നല്ലോ. അപ്പൊ അവന്റെ ചോറിന്റെ ബാലൻസ് കഴിക്കുവാണ്. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ പരിപാടികൾ. ഞാൻ അവന് ചോറ് കൊടുക്കാൻ പോകും. അവൻ ചോറുണ്ണില്ല മര്യാദയ്ക്ക്. പിന്നെ ഞാൻ അവന്റെ ബാലൻസ് കഴിക്കും. അത് കഴിക്കുമ്പോഴത്തേനും എനിക്ക് വിഷമം മാറും. ടി വി ഒക്കെ കണ്ട് ഫുഡ് കഴിക്കട്ടെ കേട്ടോ. ഇപ്പൊ സമയം 5 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം എൻ്റെ ഹസ്ബൻഡ് വരാറാവുന്നു. ആള് വരുമ്പോഴത്തേനും ഞാൻ വന്നിട്ടായിരിക്കും ചിലപ്പോൾ ചായ വെക്കുന്നത്. ഇല്ലെങ്കിൽ എപ്പോഴാണ് വരുമെന്ന് കറക്റ്റ് പറയാൻ പറ്റാത്തതുകൊണ്ടേ നമ്മൾ ചായ വെച്ചിട്ട് അത് തണുത്ത് പോകും. അതുകൊണ്ട് അത്ര നേരം വെറുതെ എന്തിനാണത് തണുപ്പിച്ച് കളയണത്. അപ്പൊ നമുക്ക് വൈകുന്നേരത്തേക്കുള്ള കറിക്കുള്ള സംഭവം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. ഏതായാലും വെറുതെ ഇരിക്കുക, സമയം പോകുന്നില്ല. ഹസ്ബൻഡ് ഇപ്പൊ വരും കേട്ടോ. ഒരു 5 മണി 5:30 ഇപ്പൊ ആവാറായിട്ടുണ്ട്. അപ്പം ആളിപ്പോ വരും, വന്നിട്ട് ചായ വെക്കുന്നുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ അത് തണുത്തു പോകും. എപ്പോഴാണ് കറക്റ്റ് വരാൻ നമുക്ക് പറയാൻ പറ്റില്ല. പ്രവചനാതീതമാണ് ആളുടെ വരവ്. അപ്പൊ അത്ര സമയം നമ്മൾ വെറുതെ ഇരുന്ന് ബോറടിച്ചത് കൊണ്ട് നമുക്ക് വൈകുന്നേരത്തേക്ക് കറി വെക്കാനായിട്ട് ഉള്ള പരിപാടി നോക്കാം. അല്ലേ കുഞ്ഞാണെങ്കിൽ കുറേ നേരം ടി വിക്കകത്തിരുന്നു. അപ്പം അവനെ ഞാൻ ഒരു വിധത്തിലാണ് അതിന്റെ ഉള്ളിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വന്നിട്ടുള്ളത്. കുഞ്ഞിനെ ഇങ്ങനെ ഇവിടെ ഇരിക്കേട്ടാ. ഈ വഴുതനങ്ങ പൊതുവെ ആർക്കും ഇഷ്ടമല്ലല്ലോ, വഴുതനങ്ങ കൊണ്ടുള്ള കറികൾ. അപ്പൊ ഞാനൊരു വീഡിയോയിൽ കണ്ടതാ ഈ വഴുതനങ്ങ വെച്ചിട്ട് ഒരു റെസിപ്പി. കണ്ടപ്പോ എനിക്കിങ്ങോട്ട് വായിൽ വെള്ളം വന്നു. നല്ല രസമുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ പിന്നെ നമുക്കത് വെച്ച് നോക്കാം. ഏതായാലും വഴുതനങ്ങ ഇരിപ്പുണ്ട്. അപ്പൊ പിന്നെ നമുക്കത് പരീക്ഷിച്ച് നോക്കാം. അല്ലേ കുഞ്ഞി? ഇതുണ്ടല്ലോ അവര് കട്ട് ചെയ്തേക്കുന്നത്. ഇതിങ്ങനെ സെന്റർ കട്ട് ചെയ്തിട്ട് ഇതിങ്ങനെ ഇങ്ങനെ 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 കട്ട് ചെയ്തേക്കാം. എന്നിട്ട് അത് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം മാറ്റി വെക്കാനാണ് ആള് പറഞ്ഞത്. അപ്പൊ നമുക്ക് അതുപോലെ ചെയ്യാം. കുഞ്ഞോ കൈമുറിയരുത്, അവന്റെ കത്തിയാണത്. നിങ്ങള് കത്തി എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. അമ്മ ഇതൊന്ന് കാണിച്ചു കൊടുക്കട്ടെ. ഒരു മിനിറ്റ്. ഇത് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. മിക്സിയുടെ കൂടെ കിട്ടുന്ന അത് കൊടുത്ത് ഇട്ടിരിക്കണാണ്. അപ്പൊ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഓ കുഞ്ഞി എടാ, ഓ നാട്ടിൽ നിന്ന് വന്നേ പിന്നെ ഇതുപോലെ പച്ചക്കറിയുടെ ഉള്ളിൽ പുഴുവിന് കാണാൻ പറ്റിയിട്ടില്ല. ഇതൊരു വല്ലാത്ത നിമിഷം തന്നെയായിരിക്കും. കുഞ്ഞിത് എന്നാന്നറിയാവോ? ഇതെന്താ? ഉയ്യോ, നല്ല ജീവനുള്ള പുഴു, ഫ്രഷ് പുഴു. കാണാൻ പറ്റുന്നുണ്ടോ എനിക്കറിയത്തില്ലേ. ഇതിന്റെ ഉള്ളിൽ ഇരിപ്പുണ്ട് ആള്. അയ്യടാ, സത്യം പറയാലോ, നാട്ടിൽ നിന്ന് വന്നിട്ട് ഇവിടെ പച്ചക്കറി മേടിച്ചിട്ട് പച്ചക്കറികൾ മേടിച്ചിട്ടുണ്ടല്ലോ, നമുക്ക് പുഴുവിനെ കാണാൻ കിട്ടിയിട്ടില്ല. അപ്പൊ ഞാനിങ്ങനെ എന്റെ കെട്ടിയോട് ചോദിക്കും, ഇവിടുത്തെ പച്ചക്കറിയിൽ എന്താ പുഴുവില്ലേത്? എന്താന്ന് എനിക്കറിയില്ല, ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. അപ്പൊ എന്തായാലും അവന് നമുക്ക് കണ്ടു കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം എടാ നീ എന്താടാ കാണിക്കണേ? അങ്ങനെ ചെയ്യല്ലേ കുഞ്ഞു, അത് നാശമായി പോവും. അപ്പോഴുള്ള ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ബാക്കി ഞാനെടുത്ത് കട്ട് ചെയ്ത് വെക്കാൻ പോവാം. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. വെട്ടി മുറിക്കണം, അതൊക്കെ നശിപ്പിച്ചു കളയുന്നുള്ളതാണ്. ഇനി ആളുടെ വഴുതനങ്ങ ഇച്ചിരി വലുപ്പമുണ്ടായിരുന്നു തോന്നുന്നുണ്ട്. ഇതിപ്പം എൻ്റെ ഇത് ഭയങ്കര ചെറിയ സ്ലൈസ് ആയിട്ടാണ് വരുന്നത്. ഞാൻ ചിലപ്പം ഇത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ചുമ്മാ റൗണ്ടിൽ കട്ട് ചെയ്യും. ബാക്കി അതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നണം. ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീരെ ചെറുതാ. ഇത് ഫ്രൈ ഒക്കെ ചെയ്തെടുക്കുന്നത് കണ്ടായിരുന്നു. അപ്പോൾ ഫ്രൈ ഒക്കെ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഇത്രയും ചെറുതായി കഴിഞ്ഞാൽ കുഞ്ഞി അതിന് ചെയ്യണ്ട. കുഞ്ഞിനെ ഇവിടുന്ന് ഇറക്കേണ്ടി വരുന്ന തോന്നണേ. ഇത് മൊത്തം മുഴുവൻ തോന്നുന്നത്. നമ്മുടെ കളഞ്ഞേക്കാം, അതായിരിക്കും നല്ലത്. കുഞ്ഞി നോക്കട്ടെ.
അപ്പോൾ ഇതൊന്ന് സ്ലൈസ് ആക്കട്ടെ. സ്ലൈസ് ആക്കിയിട്ട് ഇതിൽ കുറച്ച് ഉപ്പും മുളകും കൂടി തിരുമ്മി അങ്ങ് വെച്ചേക്കാം. അപ്പോഴത്തേനും ആൾ വരും. അപ്പം നമുക്ക് ചായ കുടിക്കാം. ചായക്ക് എന്തെങ്കിലും സ്നാക്സ് ആൾ വരുമ്പോൾ മേടിച്ചിട്ട് വരും. അപ്പോൾ അതൊക്കെ കൂട്ടി ഒരു പിടിയെടുത്ത് പിടിക്കാം. അപ്പോൾ ഞാനിത് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെ ഇങ്ങനെ ഈ ഒരു വണ്ണത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. അത് കേട്ടോ, എനിക്ക് കുറച്ച് മഞ്ഞപ്പൊടിയിലൊക്കെ കൊച്ചു പിടിക്കണ്ട, പിടിക്കണ്ട, അത് ശരിയാവില്ല. എൻ്റെ പൊന്നേ, ഇതാണ്ടോ ഉണ്ടോ ഉപ്പിൻ്റെ ഇതിൽ അതിനകത്തുനിന്ന് ലീഫൊക്കെ പറിച്ചിട്ടേക്കുന്നു. നല്ല ഓരോരോ പണികളാണ് ഇതൊക്കെ. ഇതൊക്കെ നമ്മൾ അറിയുന്ന പോലും ഇല്ല. ഇനി ഉപ്പും അത് അതിലിട്ട് വെക്കല്ലേ കുഞ്ഞ്, നമ്മളിതൊക്കെ യൂസ് ചെയ്യുന്നല്ലേ, ഇതിൻ്റെ ഉള്ളിലാണ് ഇതൊക്കെ ഇടുന്നത്. ഇത് രണ്ടും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. എന്നിട്ട് വൈകുന്നേരമായി രാത്രി ഉണ്ടാക്കാം. എനിക്ക് ചൂടോടെ കറിയും ചോറും ഒക്കെ വേണം. തണുത്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ കഴിക്കുന്നതിന് തൊട്ട് മുന്നാണ് മിക്കപ്പോഴും കറി ഉണ്ടാക്കുന്നത്. അമ്മീ, നിന്നോട് ഞാൻ പറഞ്ഞിട്ട് അടുത്ത് ചാടരുതെന്ന്. ഇത് കണ്ടോ ഗൈസ്, ഇതാണ് ഈ വീട്ടിലെ പെൺകുട്ടി. നോക്കട്ടെ, കാണിച്ച്. ഊരല്ലേ? ഊരടാ, ഊരല്ലടാ. ഇതിന്റെ പേരെന്താ? കെട്ടിക്കൊടുത്ത 1 മിനിറ്റ് പോലും ഇരിക്കില്ല. ഇത് പെങ്കൊച്ചല്ല കേട്ടോ, ഇത് ചെറുക്കനാണ്. പക്ഷെ ഞാൻ ചുമ്മാ ഒരു രസത്തിന് ഇങ്ങനെ എന്തെങ്കിലും ഒരു റബ്ബർ ബാൻഡ് എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ ചുമ്മാ ഒരു കൊതുക്കി കെട്ടിക്കൊടുക്കുന്നതാണ്. ഇതിന്റെ പേരെന്താ? ഇത്രയും കൊഞ്ചുന്ന കൊച്ചൊന്നല്ല കേട്ടോ, ഇത് നല്ല അന്തസ്സായിട്ട് നമ്മൾ പറയുന്ന പോലെ വർത്താനം പറയുന്ന ആളാ. വീഡിയോ ഉണക്കി കഴിഞ്ഞാൽ റത്തമ്മ എന്നാ പറയണ റബ്ബർ ബാൻഡിന്. മര്യാദക്ക് സംസാരിക്കടാ. നിനക്ക് നീ കൊഞ്ചി ഇത് എന്തും അത് കുഞ്ഞുവാവ പറയണ പോലെ. ഞാനെന്താ ചായക്ക് എന്താ ഒന്നും ഉണ്ടാക്കാത്ത, എന്താ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, എന്നും ഇങ്ങനെയാണോ? അങ്ങനെ ഇല്ല കേട്ടോ, എന്നൊന്നുമില്ല. ചിലപ്പോൾ എന്തെങ്കിലും പഴംപൊരി അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാനൊരു മോഹം വരും. അപ്പം ഞാൻ ഇങ്ങനെ പറയും എന്തെങ്കിലും മേടിച്ചിട്ട് വരുമോ. ചിലപ്പോൾ ആൾ ചോദിക്കില്ല, മേടിച്ചിട്ട് വരും. പിന്നെ ഞാൻ വിളിച്ച് ചോദിച്ചായിരുന്നു എന്തെങ്കിലും ഉണ്ടാക്കണോ അതോ മേടിച്ചിട്ട് വരുന്നുണ്ടോ. ആളുടെ കാര്യം അതുകൊണ്ട് പറയാൻ പറ്റില്ല. ചിലപ്പോൾ മേടിച്ചിട്ട് വരും, ചിലപ്പോൾ മേടിച്ചിട്ട് വരില്ല. അപ്പം നേരത്തെ ചോദിച്ചപ്പോൾ മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. പിന്നെ എളുപ്പമായല്ലോ. പൊക്കോ. കുഞ്ഞിക്കാണെങ്കിൽ ബോറടിച്ചിട്ട് ഒരു രക്ഷയില്ല. കോറിഡോറിൽ വണ്ടി ഓടിക്കരുതെന്നാണ്, പക്ഷെ ഓരോ റൗണ്ടെന്നും പറഞ്ഞുകൊണ്ട് വിടുന്നുണ്ട്. പോയിട്ട് വാ. പിള്ളേർ എന്ത് ചെയ്യാനാണ്, വെറുതെ ഇരുന്നിരുന്ന് ബോറടിക്കുമല്ലേ. അപ്പോൾ ഒരു റൗണ്ട് കറങ്ങാനുള്ള സ്പേസ് ഉണ്ട് അത്യാവശ്യം. അപ്പോൾ അതിലേ പോയി കറങ്ങി ഇങ്ങ് വന്നോളും. ചായയൊക്കെ അവിടെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാനിങ്ങനെ വന്ന് നിന്ന് നോക്കിക്കൊണ്ടിരിക്കും. ആൾ വരുന്നുണ്ടോ? വരുന്നുണ്ട്. ഡോറ് തുറക്കട്ടെ. അപ്പോൾ ഞാൻ തുറക്കുന്നതിന് മുന്നേ തന്നെ തിരക്ക് പിടിച്ച് ഒരാൾ വലിച്ചു തുറക്കും. ഭയങ്കര തിരക്കിൽ വിശേഷങ്ങൾ പറയാ. എന്താ കുഞ്ഞ് കഴിക്കാൻ കൊണ്ടുവന്നേക്കണേ? ഇതെന്താ കഴിക്കാൻ? പയോ? അല്ല ഇതെന്താ? ഒരെണ്ണത്തിന് കുഞ്ഞിക്ക് പഴം വേണമെന്ന് പറഞ്ഞ് തിരക്കുണ്ടാക്കിയിട്ട് ഇത് കുറേ ഉണ്ടല്ലോ. ഇതെന്തിനാ ഇത്ര മേടിച്ചേ? കുറഞ്ഞാ? ഇവിടെ പഴത്തിനൊക്കെ ഭയങ്കര വിലയായിരുന്നു. ഇപ്പം വില കുറവ്, ചിലതിനൊക്കെ റേറ്റ് കുറവുണ്ടല്ലേ.
അപ്പൊ കൊച്ചിനെ പഴുത്തത് എടുത്താതെ പൊളിച്ചരട്ടെ. അപ്പ ജോലിക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിളിയാണ്. എനിക്ക് പഴം വേണം, പഴംപൊരി വേണം, പിന്നെ എന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെ മേടിച്ചോണ്ട് വരാൻ ഒരെണ്ണോ. പഴംപൊരിയാണ് ഇഷ്ടം. അത് നീ പറഞ്ഞില്ലല്ലോ, നീ പഴം വേണമെന്നല്ലേ പറഞ്ഞത്? പഴംപൊരി ഉണ്ടായിരുന്നുള്ളൂ കുഞ്ഞാൻ. പഴം മാത്രം ഉണ്ടായിരുന്നു, പഴംപൊരി ഉണ്ടായില്ല. നീ പരിപ്പോടൊക്കെ വാങ്ങിയിട്ടുണ്ടാവും. പരിപ്പോട വാങ്ങിയിട്ടുണ്ട്, എഗ് പപ്സ് വാങ്ങിയിട്ടുണ്ട്, അട വാങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞു. എനിക്കെന്തുവാ? നിനക്ക് എഗ് പപ്സ് നീ എഗ് പപ്സ് ഉണ്ടാവും. പഴംപൊരി ഒന്നും ഉണ്ടാവുന്നില്ല. കഴിക്കണ്ട കുഞ്ഞ്, നമുക്ക് ഞാൻ അങ്ങനെ പറഞ്ഞൂടാ. കാപ്പി എന്താ കണ്ടിരുന്നു? സാറെടുത്തോ? ഞാൻ കഴിച്ചായിരുന്നു. എന്താ? ഒരു പരിപ്പോട പ്രഭു സാറിന്. പ്രഭു സാറുണ്ടായിരുന്നു അവിടെ? ഞാൻ ചായ കുടിച്ചോ? അവന്റെ ചായ കൂടി കഴിഞ്ഞു. അപ്പം എനിക്ക് എന്റെ ഫേവറേറ്റ് പപ്സ്. പകുതി മതി, പകുതി കുട്ടി കഴിക്കണം കേട്ടോ. ഞാനില്ല, മുട്ട മാത്രം കഴിക്കാം. പപ്പ കുഞ്ഞാ പരിപ്പോട എനിക്ക് തരാം. അട വേണോ കുഞ്ഞിന്? പഴം കഴിച്ചും മതിയായിട്ടുണ്ട്. പയ്യെ കൊണ്ടുവന്നേക്കാണ്. കുഞ്ഞിക്കാണ് അട, പരിപ്പോട, പപ്സ് നമുക്ക് കഴിക്കാവേ. ഈ നാട്ടിലത്തെ പോലത്തെ പപ്സ് ഇവിടെ കിട്ടല് കുറവായിരുന്നു, പക്ഷെ ഇത് കുഴപ്പമില്ല, ഇത് നല്ലതാണ്. സ്കൂളിൽ നിന്ന് നല്ല ഈ അപ്പന്മാര് വർക്കൊക്കെ കഴിഞ്ഞ് വരുമ്പോ സ്നാക്സ് കൊണ്ടുവരുന്ന വെയിറ്റ് ചെയ്തിരിക്കുന്ന പോലെ ഞങ്ങള്. ഇനി നമുക്ക് മൊത്തം തിരക്കിട്ട പരിപാടികളുണ്ടോ. ഇനി വേഗം ഞാൻ കറി ഉണ്ടാക്കാൻ പോവാ. ഇത് കഴിഞ്ഞിട്ട് ഫോണ് ആൾക്ക് ആവശ്യമുണ്ട് എൻ്റെ. അപ്പൊ പിന്നെ ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കറി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ആദ്യം തന്നെ ഇത് വറക്കണം. ഓ അടിപൊളി, ഇത് ലൈറ്റായിട്ടൊന്ന് വറക്കണം എന്നാണ് ആ ഷെഫ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഞാൻ ഒത്തിരി എണ്ണ ഒഴിച്ചിട്ടൊന്നും വറക്കുന്നില്ല. ഇതിനകത്ത് എങ്ങനെ വെള്ളം വന്നിട്ട് തീരുന്നു? നിങ്ങൾ വെള്ളമൊന്നും ഒഴിച്ചല്ല, വെള്ളം പോട്ടെ, എണ്ണയൊന്നും ഒഴിച്ച് അങ്ങനെ ഞാൻ വറുത്ത് കോരി എടുക്കുന്നൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഉള്ള വെളിച്ചെണ്ണയ്ക്കകത്തൊന്ന് വാട്ടിയെടുക്കാം, അത്രയൊക്കെ മതി. വറുത്ത് എനിക്ക് കൊളസ്ട്രോൾ കൂട്ടാനൊന്നും വയ്യ. പിന്നെ ഇതിന്റെ റെസിപ്പി ഞാൻ കാണിക്കുന്നില്ല കേട്ടോ, കാരണം ഞാനും ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കണം. അപ്പൊ പിന്നെ കുളമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെറുതെ എന്തിനാണ് ആൾക്കാരെയും കൂടി വർത്തിക്കണം. നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ പയ്യെ കറി വെക്കാനുള്ള പരിപാടി നോക്കട്ടെ. ഇപ്പൊ ഇതില് സബോള, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ക്രഷ് ചെയ്തത്, 2 പച്ചമുളകും കൂടി ഇട്ടിട്ട് കുറച്ച് ഉപ്പും ഇട്ട് ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി നമ്മൾ മറ്റേ വഴുതനങ്ങയിൽ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ട് തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നല്ലേ, അപ്പൊ പിന്നെ ഇപ്പൊ കുറച്ച് ഇട്ടിട്ടുള്ളൂ. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള എരിവിന് ക്രഷ്ഡ് ചില്ലിയായിട്ട് ഇട്ടിട്ടുള്ളത്. ഇതാണ് ആളിട്ടുണ്ടായിരുന്നത്. അപ്പം കുറച്ച് ക്രഷ്ഡ് ചില്ലിയും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് നമ്മുടെ വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഭയങ്കര കുത്തല, ഈ വാളംപുളി പിഴിഞ്ഞ വെള്ളം ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുക്കണേ. ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാനിതിലേക്ക് ഒഴിക്കുകയാണേ. ഓക്കെ, ആകെ മൊത്തം ഒരു പുക മഴയാണല്ലേ. നമ്മൾ കുഞ്ഞു കിച്ചൺ ആയതുകൊണ്ടേ പുക പെട്ടെന്ന് അങ്ങനെ പോവില്ല. ഒരു നുള്ളു മുളക് പൊടി ഇടുന്നുണ്ട് കേട്ടോ, ഒരു ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്.
ഇതാണ് നമ്മുടെ മെയിൻ സാധനം, ശർക്കര അല്ലെങ്കിൽ പഞ്ചസാര ഏതാന്ന് വെച്ചാൽ ഇട്ടോളാനാ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഇത് പൊടിച്ചിട്ടാണ് ഇടുന്നത്, പക്ഷേ ഇത് പൊടിച്ചിട്ടേ ഇട്ടിട്ടുണ്ടായിരുന്നേ. ഞാനിതിപ്പോ പൊടിക്കണില്ല, കാരണം എനിക്ക് പൊടിക്കാനുള്ള സമയം കിട്ടിയില്ല. അപ്പൊ തൽക്കാലം അങ്ങനെ ഇടാം. അതിന്റെ ഉള്ളിൽ കിടന്നത് സെറ്റ് ആവുമെന്ന് വിചാരിക്കുന്നു. ആവുമായിരിക്കും അല്ലേ? ആവുമായിരിക്കും. നമുക്ക് ഈ ചെറിയ ഗ്യാസും കൂടി അല്ല, ഈ ബർണറും കൂടി ഞാൻ കത്തിക്കുവാണേ. നമുക്ക് മീൻ വറുക്കാൻ വേണ്ടി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ. നമ്മുടെ ചെറിയ മാന്തള്, ചെറുതല്ല വലിയ മാന്തള്. അപ്പൊ അവനെയും കൂടി ഈ സമയത്ത് അങ്ങ് സെറ്റാക്കാം. അതായത് നമ്മുടെ മാന്തള് ഇതുപോലെ മുളകൊക്കെ തേച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ 2 കറി, നമ്മുടെ വഴുതനങ്ങയും ആ കൂടെ സെറ്റാവും, മീൻ വറുക്കലും സെറ്റാവും. നമുക്ക് മീനും കൂടി ഈ കൂടെ വറുത്തങ്ങ് വെക്കാം. എണ്ണ ചൂടായെന്ന് തോന്നുന്നുണ്ടേ. അപ്പൊ നല്ലൊരു പീസ് നോക്കി അങ്ങ് വെച്ചു കൊടുക്കട്ടെ. ഇതെല്ലാം കൂടി ഞാൻ ഇന്ന് വറുക്കുന്നില്ല കേട്ടോ. നമുക്ക് ആവശ്യമുള്ള അത്രയും വറുക്കുന്നുള്ളൂ. ബാക്കി നാളെ വേണമെങ്കിൽ നാളെ എടുക്കാമല്ലോ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു വന്നിടത്തുനിന്ന് നൈസായിട്ട് എൻ്റെ വീഡിയോ കട്ടായി പോയേ, സംഭവം സ്പേസിലാഞ്ഞിട്ട് പോയതാ. ഇതാണ് നമ്മുടെ വഴുതനങ്ങ കേട്ടോ, അത് സെറ്റായിട്ടുണ്ട്. ഇനി ഞാനേ നാളെ രാവിലത്തേക്ക് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് പൊട്ടാറ്റോ കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുക. കാരണം രാവിലെ തന്നെ എനിക്ക് കറി ഉണ്ടാക്കാനും ഒന്നും പറ്റില്ല. ഈ കുഞ്ഞി എൻ്റെ കഴുത്തിൽ പിടിച്ചിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവുക. അപ്പോൾ ഞാൻ അവനെ കൈ പിടിപ്പിച്ച് ആ സെക്കൻഡിൽ തന്നെ അവൻ ചാടി എണീറ്റിരിക്കും. പിന്നെ ഒരു പരിപാടി നടക്കില്ല. അതുകൊണ്ട് ഞാൻ മാക്സിമം തലേദിവസം തന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെക്കും. ആൾക്ക് എടുത്തുകൊണ്ട് പോയാൽ മതി എന്നുള്ള കണ്ടീഷനിലാണ് വെക്കുക. എനിക്ക് ചിലപ്പോൾ കട്ടിലേന്ന് എണീറ്റ് വരാൻ പോലും സമ്മതിക്കില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പം തന്നെ കറി എല്ലാം റെഡിയാക്കി വെക്കും. ഇപ്പം നാളെ എന്തായാലും എണീക്കാതിരിക്കാൻ പറ്റില്ല, കാരണം നമ്മൾ ദോശയ്ക്ക് അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ദോശ ചുട്ട് കൊടുക്കണം. അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് നാളെ അവൻ അറിയാണ്ട് കൈയൊക്കെ മാറ്റി എങ്ങനെയെങ്കിലും എണീറ്റ് വരണം. അപ്പോൾ നമുക്ക് കറി എന്തായാലും ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. സിമ്പിളായിട്ട് കുറച്ച് പൊട്ടറ്റോയും സബോളയും പച്ചമുളകും വെളുത്തുള്ളി അങ്ങനെ എല്ലാം കൂടി ഇട്ട് വേവിച്ച് കടുകൊക്കെ താളിച്ചിട്ടൊരു കറി. നമ്മുടെ ഈ ദോശയ്ക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു കറി. അതാണ് ഇട്ടുണ്ടാകും. ഇത് വെച്ചിട്ടിപ്പോ തുറച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പൊ എന്റെ പൊളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. വീഡിയോ എടുക്കല്ലേ ഞാൻ എടുക്കുന്നില്ല. അപ്പം നമുക്കിനി അടുത്ത പരിപാടി എന്താ മോനെ? ഇനി ഒരാളുടെയും കൂടി കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കഴിക്കാം. സമയം എന്തായെന്നൊന്നും അറിയത്തില്ല. ഒളിഞ്ഞു നിൽക്കുന്നു. നമുക്ക് ഞാനൊരു വഴുതനങ്ങ കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു വെറൈറ്റി. എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല, കഴിച്ചു നോക്കിയാലേ അറിയത്തുള്ളൂ. കുഞ്ഞി നമ്മുടെ ചാനൽ കണ്ടിട്ട് സബ്സ്ക്രൈബൊക്കെ ചെയ്യണേന്ന് പറ. സബ്സ്ക്രൈബ് ചെയ്യണേന്ന് പറ. സർപ്രൈസ് അല്ല, സബ്സ്ക്രൈബ്. സർപ്രൈസ് അല്ലടാ, അപ്പൊ സർപ്രൈസ് ചെയ്യണം കേട്ടോ. പുതിയ കറിയാ, അമ്മ ട്രൈ ചെയ്തതാ. ആ അത് കൊള്ളാവോ? ഇത് ടേസ്റ്റി ആണോ? യമ്മി ഉണ്ടോ? നോക്കി പാളി ഗൈസ്, പാളി. മീൻ മതിയോ? അപ്പൊ നമ്മുടെ നല്ല സൂപ്പർ മാന്തള് വറുത്തത്, പച്ചമാന്തള് വറുത്തതാണേ. പിന്നെ അത് മുള്ളൊന്നും ഇല്ലാണ്ട് കൊടുക്കണം. ഞങ്ങൾക്ക് കട്ട് ചെയ്ത് വെച്ച കുക്കുമ്പർ ഞാൻ 2-3 എടുത്ത് വെച്ചതാ. അവനത് ഇഷ്ടാട്ടാ. ഞാനേ ഒരു പുതിയ കറി ട്രൈ ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ഞാൻ ഒന്ന് ട്രൈ ചെയ്തോട്ടെ. നന്നായിട്ട് കുഴച്ച് കഴിക്കണം, എന്നാലേ അറിയുള്ളൂ. നീ കറക്റ്റ് പറഞ്ഞല്ലോ, വഴുതനങ്ങക്കറിയാന്ന് തോന്നില്ല. ഇത് ശരിക്ക് ഞാൻ വഴുതനങ്ങ പറഞ്ഞില്ലല്ലോ. ഞാൻ നോക്കി കഴിഞ്ഞപ്പോ എനിക്ക് വഴുതനങ്ങ മനസ്സിലായി. ഞാൻ എന്താ കറി നോക്കി ഞാൻ. പക്ഷെ
വഴുതനങ്ങ കറി എന്ന് പറയത്തില്ല. ഇത് ജസ്റ്റ് എന്തോ വെജിറ്റബിളിന്റെ ഉള്ളില് ഇഞ്ചമ്പുളി മിക്സ് ചെയ്ത പോലെയാണ്. കറക്റ്റ് അത്ര മധുരമൊന്നുമില്ല. മധുരം എന്നല്ല, ഇഞ്ചമ്പുളിയുടെ ടേസ്റ്റ് ഒന്ന് കറി ഒരു ലൈറ്റ് ആയിട്ടുള്ള ലൈറ്റ് ആയിട്ട്. പുളിയുണ്ട്, മധുരമുണ്ട്. അപ്പൊ വേറെ ഒന്നും ഇല്ല. ഇനി ഫുഡ് കഴിക്കാം, കിടന്നുറങ്ങാം. അത്രേ ഉള്ളൂ നമ്മുടെ പരിപാടി. അപ്പൊ ഞങ്ങൾ ഇനി ഇവിടെ വർത്താനൊക്കെ പറഞ്ഞ് പയ്യെ ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങുന്നതോട് കൂടി ഈ ദിവസം കഴിഞ്ഞു. അതെ, എല്ലാ ദിവസവും അങ്ങനെയൊക്കെ തന്നെ. ഇന്നത്തെ ദിവസമാണല്ലോ നമ്മൾ വീഡിയോ എടുക്കുന്നത്. അപ്പൊ എ ഡേ ഇൻ മൈ ലൈഫ് ഇങ്ങനെയൊക്കെയാണ്. എല്ലാ ദിവസവും ഇങ്ങനെയൊന്നല്ല, ചില ദിവസം ഇങ്ങനെയൊക്കെയാണ്. അപ്പം വീഡിയോ അവസാനിപ്പിക്കുക അല്ലേ? എന്നിട്ട് വേണം ഒന്ന് കുഴച്ച് അടിക്കാൻ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും